അപ്പൊ പരിപാടി തുടങ്ങാം. നളിനാക്ഷി നമ്മൾ തുടങ്ങുന്നു. നളിനാക്ഷി അല്ല, അന്താക്ഷരി. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ഒന്ന് തുടങ്ങാമോ? തുടങ്ങാം. അക്ഷരം എന്തായാലും പാട്ടല്ലേ? അതെ. നല്ലൊരു ശബ്ദത്തോടുകൂടി ആയിക്കോട്ടെ. കൊയിലിന്റെ നാദം ആയിക്കോട്ടെ. അതാരോ കൊയിലിന്റെ നാദമുള്ള ആരോ. ഒരു പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേരുടെ സൗണ്ട് പോലെ കേൾക്കണം. എന്നാ പിന്നെ ഞാൻ തന്നെ പാടാം. അതെ, ഞാൻ ജനിച്ചപ്പോഴേ സംഗീതം പഠിച്ചാളാ. അസലായിട്ട് പാടും. ആണോ? ഏതാക്ഷരം? അമ്മയുടെ ഹിന്ദിയായല്ലോ. അമ്മയുടെ ഹിന്ദിയോ? മാ. അപ്പൊ പിടിച്ചോളൂ. മുല്ലപ്പൂമ്പല്ലിലോ കുറ്റിക്കവിളിലോ അലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. ഏനറിയില്ല ഏലമണിക്കാട്ടിലെ മലങ്കുറവ. എടോ മലങ്കുറവാണ്. എന്തിനാ അതിന് കംപ്ലൈന്റ് പറയണേ? ആവശ്യത്തിന് ഫുഡ് കഴിച്ചാൽ മതി, ഉണ്ടാവൂലോ. ആദ്യം തന്നെ താനൊരു കാര്യം ചെയ്യേ, തന്റെ അണ്ണാക്കിൽ കുറച്ച് ഗ്രീസ് പറ്റടോ. എരുമ കരണ്ടല്ലോ. എരുമയല്ല ഇത്, ഞാനാ ജനാർദ്ദനൻ. തെറ്റിദ്ധരിച്ചു. എന്താണോ എന്ത് പാട്ടൊക്കെയായി പാടുന്നത്? ഏലിമലക്കാട്ടില് മലം കുറവാണെങ്കിൽ കുറച്ച് കൂടുതലുള്ള സ്ഥലത്ത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യ്. വൃത്തികെട്ട ഒരു രൂപവും വൃത്തികെട്ട ഒരു ശബ്ദവും അതിനേക്കാൾ വൃത്തികെട്ട ഒരു പാട്ടും. മാവച്ചൊരു പാട്ട് പാടോ? ഞാൻ മാവച്ച് പാട്ടല്ല, മാവച്ച് 2 തെറിയാ പറയേണ്ടത്. പക്ഷെ എന്റെ സ്റ്റാൻഡേർഡിന് അത് ഞാൻ ചെയ്യുന്നില്ല. മാവച്ച് നിങ്ങൾ പാടില്ലേ? മാവച്ച് ഞാൻ തെറി പറയും. അപ്പൊ മാവച്ച് ഞാൻ തന്നെ പാടാം. മാനസേശ്വരി മാപ്പു തരൂ, മറക്കാൻ നിനക്കിനി കഴിവില്ലെങ്കിൽ മാപ്പു തരൂ. ഏതാ ഇന്ത്യയുടെ മാപ്പാണ് കേരളത്തിന്റെ മാപ്പാണ്? ഒന്ന് പോടാ ചക്ക. നിർത്തണ പട്ടികളെ. അയ്യോ അത് സറത്തി. ഞാൻ വന്നു എങ്ങനെ മനസ്സിലായടാ? പട്ടികളെ എന്ന് വിളിക്കുന്ന കേട്ടു. ഏതക്ഷരം വെച്ചിട്ടാ പോടത്? സാറിന് ഇഷ്ടമുള്ള അക്ഷരത്തിൽ പാടിക്കോട്ടെ. എന്തേ? നല്ല അക്ഷരം പറയടാ. സാറിന്റെ കരാട്ട പഠിക്കണം. ഇതിൽ ഏതക്ഷരം വെച്ചെടുത്തോടാ. പക്ഷെ അവസാനം ചായക്ക് വള്ളിയില്ല പുള്ളിയില്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത്. എന്നാ ഞാനൊരു പണി കൊടുക്കട്ടെ. ചം എന്നൊരു വാക്ക് മലയാളത്തിൽ നിഘണ്ടൂലിലുള്ള പട്ടികളെ. അപ്പൊ ചമ്മന്തി എന്ന് പറയണതോ? ചമ്മന്തി. ചാവച്ച് ഞാൻ ഒരു പാട്ട് പാടാം. ചക്രവർത്തി നിനക്ക് ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പവാതുകം പുറത്തഴിച്ചു വെച്ചിട്ട് നഗ്നവാദിയായിട്ട് അകത്തേക്ക് കയറി വടി. ഇടി അകത്തേക്ക് കയറി വരാൻ. ഇടി വരാനല്ലേ പറഞ്ഞത്? ഇവിടെ ആരുമില്ല മോളെ, ധൈര്യമായിട്ട് കയറി പോരെ. സാറിന് ഇത്തിരി പ്രായമായിട്ടെങ്കിലും ആഗ്രഹങ്ങളും മാറിയിട്ടില്ല. പാതുകൊക്കെ പുറത്തു വെച്ചിട്ട് അകത്തേക്ക് കയറി വരാൻ. ഒറ്റയ്ക്കായിരിക്കില്ല, അച്ഛനും അമ്മയും അളിയന്മാരും ആങ്ങളമാരൊക്കെ ഉണ്ടാവും. ഇത് ഇടത്ത് തൃശ്ശൂരായിരിക്കും. അങ്ങനെ പേഴ്സണലായിട്ട് പറയാ. എന്തിനു നീ കുറെ നാളെ പേഴ്സണലായിട്ട് പറയണു? നീ പബ്ലിക്കായിട്ട് പറയടാ. ഞാൻ ഓപ്പണാ. തുടങ്ങാം. ഏതക്ഷരം വെച്ചാ ഞാൻ പാടേണ്ടേ? നമുക്ക് അകത്തോട്ടിരിക്കാം. വായല്ല അക്ഷരം വാ. വാ മനോരഞ്ജനെ സുരാംഗനെ സൂപ്പർ സുരസുന്ദരി. നളദമയന്തി കഥയിലെ ദമയന്തിയോ, കണ്ണാശ്രമത്തിലെ കാവ്യ ശകുന്തളയോ, ഓമറക്കയാമിൻ മധു തുളുമ്പും മധുപാത്രമോ ഗർഭപാത്രമോ അലൂമിനിയ പാത്രമോ ഏതാണെന്നറിയുകയില്ല. ഒരു പാട്ട് പാടാനുള്ള കാര്യത്തില് എടാ, ഈ സംഗീതം എന്ന് പറഞ്ഞ ഒരു മുട്ടക്കാട്ട കടലാണ്. മനസ്സിലാ മക്കളെ? ഈ കടലിനകത്ത് ഞണ്ടും ഞൗനൊക്കെ പറയുന്ന ചെറ്റകളാണ് നിങ്ങള്. ചെറ്റകള് എന്റെ ഞാൻ തിമിങ്കലോ. ഏതക്ഷരം? ഏതക്ഷരം? ഓ ഒരു പൊണ്ണ് കൊണ്ട് ഞാൻ പാത്തേ, അത് മീത്ത ശങ്കളെ ചേർത്ത് ഞാൻ കുളിച്ചിരിക്കട്ടെ. പപ്പു
നമ്മുടെ പേരെന്നോട് പപ്പു അല്ല. നിർത്താൻ. അയ്യോ ഇതാര് ബാലേന്ദ്ര മേനോനല്ലേ? ഒരു സംശയം ചോദിച്ചോട്ടെ, ആ തനിക്ക് ജനിച്ചപ്പോ തുടങ്ങി തലകെട്ടുണ്ടോ? ഇല്ല, അത് കഴിഞ്ഞു കിട്ടിയതാ. ആ ശരി. എന്താ നെഞ്ചുവേന എടുക്കണ്ടോ? ഇല്ല. പിന്നെന്താ നെഞ്ചത്ത് ഇങ്ങനെ തിരുമ്മി തിരുമ്മി ചെളി ഉരുട്ടി തന്റെ വായ കുളിക്ക് ഉണ്ടാക്കാണോ? അല്ല, ഇത് എന്റെ ഒരു സ്റ്റൈലാ. ആ ഇനിയിപ്പോ ഞാനൊരു പാട്ട് പാടാം. പക്ഷെ ഇയാള് പാടിയ മാതിരിയുള്ള പാട്ടാണെങ്കിൽ പെറ്റ തള്ള പോലും പൊറുക്കുകയല്ല കുട്ട. അപ്പൊ അച്ഛൻ പൊറുക്കോ? ഇല്ല, അളിയും പൊറുക്കും. എന്തായാലും ഞാനൊരു പാട്ട് പാടാം. മോഹങ്ങൾ മുരടിച്ചു, മോതിരക്കൈ മുരടിച്ചു, പക്ഷേ മനസ്സ് മാത്രം മുരടിച്ചില്ല കുട്ട. ഇനി ഇതിൽ കൂടുതൽ എന്തുട്ടെ മുരടിക്കാനല്ലേ? ഒരു കാര്യം ചെയ്യാം, എല്ലാരും പാടിയില്ല, ഞാൻ ഒരു പാട്ട് പാടാം. അത് കൊള്ളാം. അമ്മയുടെ പ്രസിഡന്റ് ഞാൻ എന്റെ ഇഷ്ടത്തിന് പാടും. ഓക്കെ. എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്തും പറയും. ശരി. ഏതക്ഷരം വേണ്ടേ? പായായിക്കോട്ടെ. അല്ലെ പിന്നെ പാടിയല്ല. പാ വെച്ച് പാട്. പാ ആണോ? പായലരികത്ത് വളകിലേക്ക് സുന്ദര. പായലരികത്താ? കായലരികത്തല്ലേ? കായലല്ലേ പായലുണ്ടാവും, അതുകൂടെ പായ. നമ്മള് പാട്ടോ എന്താണ്? ഏത് പാട്ടാ പറഞ്ഞത്? ഇനി നമ്മള് കവച്ച് വെച്ചൊരു പാട്ടാണ് പാടിക്കളയാം. കവച്ച് വെച്ചല്ല പോലെ, കവച്ച് എന്നുള്ള ഇത്തിരി വലിഞ്ഞു പോയതാണ്. കാവച്ച് പാടിക്കോ, പിടിച്ചോളി കേട്ടോട്ടോ. കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട്, സുലൈമാൻ അങ്ങനെ തളർന്നോടിഞ്ഞ് ഇരുന്ന വീട്. കാട് ഇതെന്താ മാപ്പിള പാട്ടാണല്ലോ? നമ്മൾ ഏത് പാട്ട് പാടിയാലും ആ ഫോക്ക് ടച്ച് കിട്ടൂല. ഞാൻ വേറെ പാട്ട് തരാം. വാതാപി ഗണപതി. നമുക്ക് നമ്മുടെ വാപ്പാക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. പിടിച്ചോളി. വാതാവി ഗണപതിൻ അല്ലോ വാതാവി അല്ലോ വാതാവി. സത്യമാഷ് എവിടെ? പഠിച്ചോനെ, സത്യമാഷ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കാറിന്റെ ഗീറിടല എന്റെ ഒരു ബഹളായിരിക്കും കൈകൊണ്ട്. അതെവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു നിർത്തിയാലേ ഒന്ന് നിർത്തുള്ളൂ. അമ്മേ, ഫസ്റ്റ് ഗീർ ഇട്ട്. ഞാൻ അമേരിക്കയിലോട്ട് പോകുമ്പോഴാണ് സെക്കൻഡ് ഗീർ ഇട്ട്. ഒരു പാട്ട് പാടാൻ പറഞ്ഞേ. തേർഡ് ഇട്ട്. അതുകൊണ്ട് കാ വെച്ച് ഞാനൊരു പാട്ട് പാടാം. ഫോർത്ത് ഇട്ട്. കറുപ്പിനഴകമ്മേ, വെളുപ്പിനുണ്ട് അമ്മച്ചി അഴക. അപ്പൊ അമ്മച്ചി പറഞ്ഞു വരുന്നത് മറ്റുള്ള കളറിനൊന്നും അഴകില്ലെന്നാണ് എന്റെ അമ്മച്ചിയെ. പ്രിയമുള്ള എന്റെ നാട്ടുകാരെ, സത്യൻ പാടിയ സ്ഥിതിക്ക് അടുത്ത ഊഴം എന്റേതാണ്. എന്റെ ഈ രൂപവും യേശുദാസിന്റെ ശബ്ദവും കൂടിയായപ്പോൾ എത്രയോ നല്ല ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ തേനോ മീനോ താഴമ്പൂവോ താമരപ്പൂവോ എന്തൊക്കെയോ ഉണ്ടെന്നറിയാം, പക്ഷെ ഒന്നും വ്യക്തമല്ല. എന്ത് പാട്ടാടായി പാടുന്നത്? ഇങ്ങനെയാണോ പാടുന്നത്? എടാ ഇതല്ല പാട്ട്, അറിയാവാ? പാടുമ്പോഴല്ല സംഗീതം പഠിച്ചിരിക്കണം. 5 വർഷം പഠിച്ചാണ് ഞാൻ. സംഗീതം പഠിച്ചിട്ടുണ്ടാ? ഇല്ല, ഡാൻസ്. ഞാൻ പാടട്ടെ? മമ്മൂട്ടിയുടെ പട്ടാളം അസല് പാട്ടാണ്. അസല് പാട്ട് പാടട്ടെ? ഡിക്കിരി 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 പട്ടാളം, ഗുബുക്ക് 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 പട്ടാളം. പന്തി ഇതേ കിടക്കുന്ന പിന്നെ ഡിക്കിരി 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 പട്ടാളം, ഗുബുക്ക് 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 പട്ടാളം. അത്രയുള്ള കഴിച്ച് തീർന്നു. പുല്ല് വരുമെന്ന് എനിക്കറിയായിരുന്നു. പുല്ല്. ഈ പുല്ലല്ല, പപ്പു ഇല്ലേന്നാ ഞാൻ ചോദിച്ചത്. നമ്മളെവിടെ ഉണ്ട്? തുടങ്ങല്ലേ? പാട്ട് പാടുമ്പോൾ സംഗീതം വേണം, താളം വേണം, ശ്രുതി വേണം, കുറച്ച് ബോധവും വേണം. കോറസ് റെഡിയല്ലേ? എല്ലാം റെഡിയല്ലേ? ഓടാനെല്ലാം റെഡിയല്ലേ? ഇതെവിടേക്കാ പോണ? ഞാൻ താളം ഇട്ട് വരാം. ഞാൻ വെച്ച് താല എടുക്കാൻ പോയതാ. കൂട്ടാനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാണ്, കൊട്ടു വേണം, കൂടൽ വേണം, കൂരവ വേണം. ഓ ഷിറ്റിറ്റാരാ ഷിറ്റിറ്റൈ പെണ്ണുങ്ങളോ